മകളെയും 2 കൊച്ചുമക്കളെയും കാണാനെത്തിയ വൃദ്ധനായ പിതാവിനെ മരുമകൻ അധിക്ഷേപിച്ചിറക്കി വിട്ടു. പിന്നാലെ മകളെ ക്രൂരമായി മർദ്ദിച്ചു. വിവരമറിഞ്ഞ് വൃദ്ധൻ കുഴഞ്ഞു വീണ് മരിച്ചു. യുവതി ഭർത്താവിനാൽ നിരന്തരം ആക്രമിക്കപ്പെട്ടു. വീഡിയോ കണ്ടല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇന്നത്തെ രാത്രി എനിക്ക് ഉറക്കം വന്നിട്ടില്ല. കാരണം എന്താ പറയുക, മിക്കവാറും എൻ്റെ ജീവിതമായിട്ട് സാമ്യമുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ഇന്നലത്തെ ദിവസം എനിക്ക് ഉറക്കമേ വന്നിട്ടില്ല. ഒന്ന് ആ ലേഡിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ, അച്ഛനും അമ്മയും ഉള്ളതുപോലെ സ്നേഹിക്കുന്ന പോലെ നമ്മൾ ആരും സ്നേഹിക്കത്തില്ല. എത്ര ഇനി കഷ്ടപ്പെട്ട് കൊണ്ടു കൊടുത്താലും നമ്മൾക്ക് ആ കൊടുക്കുന്ന സമയത്തുള്ള പരിഗണന പോലും നമുക്ക് കിട്ടത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ അത് നല്ലൊരു സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ അച്ഛൻ കൂടെ കണ്ടേനെ. അച്ഛനും അമ്മയുമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും. ബാക്കിയെല്ലാം എന്താണ്, നമ്മളെ കഷ്ടപ്പാടിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ ബേസിലായിരിക്കാം. എല്ലാവരും ആണെന്ന് പറയുന്നില്ല, എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ചില ആമ്പിളരുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഞാൻ പോയ വഴിയാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്തോ ഒരു ചോദ്യത്തിനാക്കി ഞാൻ ഇട്ടിരുന്ന എൻ്റെ ജീവിതം ഉണ്ടായിരുന്നു. എന്താണ്, ഒന്നുമില്ലാതെ എൻ്റെ എന്താ പറയുക, കാലിന് ചവിട്ടി നിൽക്കുന്ന മണ്ണ് വരെ നഷ്ടപ്പെടുക എന്നുള്ളൊരു ഇതില്ലേ, ആ സമയത്താണ് ഞാൻ ആ വ്യക്തി പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് വാടക വീട്ടിൽ നിന്ന് തരും. കാരണം എൻ്റെ സമ്പാദ്യം എന്ന് പറയാൻ എൻ്റെ ജോലി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എല്ലാം നഷ്ടപ്പെട്ട് ആ വയസ്സായ 2 അച്ഛനും അമ്മയും എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ ജോബ് മാത്രമായിരുന്നു എൻ്റെ ആശ്രയം. അത് വെച്ച് സർവീസ് ചെയ്ത് വന്ന ഒരാളാണ്. പലതും ഞാൻ ചിന്തിച്ചു, ഒരു നിമിഷത്തിൽ പല കാര്യങ്ങളും ഞാൻ ചിന്തിച്ച ഒരു വ്യക്തിയാണ്. എനിക്കിപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചെന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന ആൾ രക്ഷപ്പെട്ടേനെ. കാരണം നമ്മളിപ്പോൾ സ്വയമായിട്ട് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാമല്ലോ. ആ വ്യക്തിക്ക് സ്വതന്ത്രനാവാം. ആ വ്യക്തിക്ക് നമ്മൾ കഷ്ടപ്പെട്ടതില്ല പങ്ക് വേറെ ആർക്കും സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പം നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് നമുക്ക് എന്ന് പറഞ്ഞായിരിക്കുമല്ലോ എല്ലാം നമ്മൾ പരസ്പരം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ ബേസ് മാത്രം ക്ലിയർ ചെയ്തിട്ട് ഭാര്യയ്ക്കും ഭാര്യയുടെ വീട്ടുകാർക്കും വാല്യൂ കൊടുക്കാണ്ട് അടിച്ചിറക്കുക എന്നുള്ള പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു നിമിഷം ആ പുള്ളിക്കാരിയെ ഞാനായിട്ട് കണ്ടു. ഞാനാണെന്ന് തോന്നി. ഞാൻ അന്നെടുത്ത ഒരു സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ ഉണ്ടായിരുന്നു. നമ്മളെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എത്ര കൊടുത്താലും അതിനൊരു വാല്യൂ ഇല്ലാണ്ട്, എത്ര സ്നേഹം കൊടുത്താലും വാല്യൂ ഇല്ലാണ്ട്, നമുക്കൊരു നമ്മളെ സ്നേഹിക്കുന്നതിനെക്കാട്ടി മറ്റ് ലേഡീസിനെ സ്നേഹിക്കുകയും അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും സ്വന്തം ഭാര്യയെ മറ്റുള്ളവരുടെ അടുത്ത് വളരെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളുടെ കൂടെ ജീവിക്കുന്നതിനെയും കാട്ടിയും ഒറ്റയ്ക്ക് സ്ട്രോങ് ആയിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അച്ഛനും അമ്മയും സ്വന്തം വരുമാനത്തിൽ നോക്കി കുഞ്ഞിനെ സംരക്ഷിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അതായിരുന്നു ചെയ്യേണ്ടത്. എങ്കിലിപ്പോൾ ആ അച്ഛൻ മരിക്കത്തില്ലായിരുന്നു. നെഞ്ച് തകർന്നായിരിക്കണം പാവം മരിച്ചത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. നമ്മളെപ്പോഴും നമ്മുടെ സമ്പാദ്യം അതല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നത് നമുക്കായിട്ട്, നമ്മൾ സെൽഫായിട്ട് സ്നേഹിക്കുക. നമ്മുടെ ആവശ്യം, നമ്മുടെ സേഫ്റ്റി നോക്കിയതിന് മാത്രമേ പങ്കാളിക്ക് കൊടുക്കാവൂ. അത് പങ്കാളി അത്രയും നമുക്കൊപ്പം നിൽക്കുന്ന, നമ്മളധികം സ്നേഹിക്കുന്ന ഇതാണെന്ന് കണ്ടാൽ മാത്രം. അതല്ലാണ്ട് നമ്മളെ വസ്തുവിനും നമ്മുടെ ജോലി ചെയ്യുന്ന സമ്പത്തിനും മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നമുക്കൊപ്പം നിൽക്കത്തില്ല. അവർ നമുക്ക് നമ്മളിൽ നിന്നെല്ലാം എടുത്ത് അവരടുത്ത നല്ല ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതോ അല്ലെങ്കിൽ ഇതേപോലെ ജോലി നിൽക്കുന്ന മറ്റൊരു ലേഡിയെ എടുക്കും. അവരെ ഊറ്റും. അതും പക്ഷെ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ലാസ്റ്റ് ഘട്ടത്തിലായിരിക്കാം ചിലപ്പോൾ അവർക്കത് മനസ്സിലാവുക. അപ്പോൾ ഇനിയുള്ള പെൺകുട്ടികളെങ്കിലും സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനം എടുക്കുക. സ്വയം സ്നേഹിക്കാനും പഠിക്കുക.